ടീച്ചറിൻ്റെ കുഞ്ഞുമക്കളെ എങ്ങനെ വിളിയേക്കാം? എന്തോ അല്ലേ? യെസ്. സുഖമാണോ? സുഖാണോ? സുഖമാണ്. എനിക്ക് സുഖമാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ടോ? അതിൽ മാത്രം സൈലന്റ് ആണല്ലോ. പഠിക്കുന്നില്ലേ? പഠിക്കുന്നില്ലേ? പറ. സുഖമാണോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് സുഖമാണെന്ന് പറഞ്ഞു. എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ചപ്പോൾ നല്ല വിശേഷം എന്ന് പറഞ്ഞു. പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും കേൾക്കാനില്ലല്ലോ ടീച്ചർക്ക്. പഠിക്കുന്നുണ്ടോ? ഞാൻ പഠിക്കുന്നുണ്ട്. എങ്ങനെയാ പറയണ്ടേ? ഞാൻ പഠിക്കുന്നുണ്ട്. മനസ്സിലായോ? അങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ. എന്താ ചെയ്യണ്ടേ? പഠിക്കണം. മനസ്സിലായോ? ടീച്ചറിൻ്റെ കുഞ്ഞുമക്കൾ പഠിക്കുന്നുണ്ടെന്ന് ടീച്ചറിന് അറിയാം. എന്നാലും ഇടയ്ക്കിടയ്ക്കൊന്ന് ചോദിക്കണ്ടേ പഠിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ടീച്ചർ ചോദിച്ചേട്ടാ. ഇടയ്ക്കിടയ്ക്ക് ടീച്ചർ ഇങ്ങനെ ഓർമ്മപ്പെടുത്തും. ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു കുഞ്ഞു ടെസ്റ്റുകളൊക്കെ ഇടും. ഓക്കെ, യെസ്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യാം? വ്യഞ്ജനാക്ഷരങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ എന്തിലേക്കാണ് തുടങ്ങിയത്? എന്താ നമ്മൾ തുടങ്ങിയത് പഠിക്കാനായിട്ട്? കൂട്ടക്ഷരങ്ങൾ തുടങ്ങി അല്ലേ? നമുക്ക് വാക്കുകൾ പഠിച്ചിട്ട് അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? കൂട്ടക്ഷരങ്ങൾ പഠിക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഏത് കൂട്ടക്ഷരമാണുള്ളത് വാക്കുകൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, വായോ. ശ്രദ്ധിച്ചിരിക്കുക. ഇതെന്താ? പ അല്ലേ? ഇതെന്താ? ഇതെന്ത് ചിഹ്നാന്ന് പറഞ്ഞേക്കണേ ടീച്ചർ? എന്ത് ചിഹ്നം? റ അല്ലേ? അപ്പൊ റായുടെ ഉച്ചാരണം വരുന്ന ചിഹ്നം. അപ്പൊ പ അതിന്റെ ഉച്ചാരണം റ വരുമ്പോ പ്ര അല്ലേ? പ്ര. ഓക്കെ. ഇതെന്താ? ആ അല്ലേ? അതിന്റെ ചിഹ്നമാണ്. അപ്പൊ എങ്ങനെ വായിക്കും? പ റ. അത് പ്ര. ഇത് വരുമ്പോ ആ. കൂട്ടി വായിച്ചേ. പ്രാ. ഉണ്ടാ? പ്രാ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഏതാണ് ഈ ചില്ല്? ഇർ അല്ലേ? ഇർ. അടുത്തതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന കൂട്ടക്ഷരം. ശ്രദ്ധിച്ചിരിക്കണം കേട്ടാ. നോക്കുക. കിട്ടിയ? ഥ. എന്താണ്? ഥ. അതായത് നമ്മൾ പഠിച്ചിട്ടുള്ള തായും നമ്മൾ പഠിച്ചിട്ടുള്ള ഈ ഥായും കൂടെ ചേരുന്നതാണ് എന്ത്? ഈ ഥ എന്ന് പറയുന്ന അക്ഷരം. അതെങ്ങനെയാണെന്ന് നോക്കാം. എങ്ങനെയെന്ന് നോക്കാം. ത, പിന്നെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ. കണ്ടാ? ഈ ഭാഗം നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിനോട് ചേർക്കുകയാണ്. കണ്ടാ? അല്ലേ? നമുക്ക് ഇങ്ങനെ ഒരു ഭാഗം ഉണ്ട് ഇവിടെ. അത് നമ്മൾ എന്ത് ചെയ്യാണ്? അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ഈ ത എന്ന അക്ഷരത്തോട് ഇത് ഇങ്ങനെ ചേർക്കുക. അപ്പൊ എന്തായി? ഥ. കണ്ടാ? ഥ. ഓക്കെ. അപ്പൊ ഇത് കൂട്ടി വായിക്കുമ്പോ എങ്ങനെയാ? പ്രാ ഇർ ഥ. ഒരക്ഷരം കൂടെ വരാനുണ്ട്. ന. അപ്പൊ എന്താ വരണേ? പറ. പ്രാ ഇർ ഥ ന. കൂട്ടി വായിക്കുമ്പോ പ്രാർത്ഥന. എന്താണ്? പ്രാർത്ഥന. പ്രയർ അല്ലേ? പ്രാർത്ഥന അല്ലേ? അപ്പൊ നമുക്ക് പ്രയർ ചൊല്ലാം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താണ്? നമുക്ക് പ്രാർത്ഥന ചൊല്ലാം. മനസ്സിലായോ? പ്രയർ അതിന്റെ മലയാളമാണ് പ്രാർത്ഥന. മറക്കരുത് കേട്ടാ. തായുമാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന രണ്ട് അക്ഷരങ്ങള്. അത് രണ്ടും കൂട്ടിച്ചേർത്ത് എഴുതുമ്പോൾ രണ്ട് അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് വരുമ്പോൾ ചിലപ്പോൾ സെയിം അക്ഷരങ്ങളായിരിക്കും അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ കണ്ടെങ്ങനെയാ? ത ത
ഇത് രണ്ടും കൂടെ നമ്മൾ ജോയിൻ ചെയ്യിച്ചത് എന്തായി ത. ഉണ്ടാ സെയിം അക്ഷരങ്ങളാണ് അല്ലേ, താ ത അല്ലേ. ഇവിടെ വന്നപ്പോൾ എന്തായി രണ്ട് വേറെ വേറെ അക്ഷരം അല്ലേ, താ വേറെ താ വേറെ. പക്ഷെ നമ്മൾ ഇത് എന്ത് ചെയ്യുന്നു, ഇത് കട്ട് ചെയ്തിട്ട് ഇതിനോട് ഇങ്ങനെ ചേർക്കുന്നു. ഉണ്ടോ? അപ്പോൾ ത. സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾ എഴുതുമ്പോൾ ഒരുമിച്ച് എഴുതാൻ പാടുള്ളൂ. ഒരക്ഷരം തുടങ്ങി അത് നിർത്തുന്നിടത്ത് മാത്രമേ കൈയെടുക്കാൻ പാടുള്ളൂ. മനസ്സിലായോ? ത. അപ്പൊ ഇതെന്താണ്? പ്രാർത്ഥന. ഇനി നമുക്ക് അതേ അക്ഷരം ഉപയോഗിച്ച്, കൂട്ടക്ഷരം ഉപയോഗിച്ച് വേറൊരു വാക്ക് എഴുതാം. നോക്കുക, ഇതെന്താണ്? ആ അല്ലേ. ഇതോ ഇർ. ആ ഇർ അർ. നമ്മളിപ്പോൾ പഠിച്ച കൂട്ടക്ഷരം ഥ അല്ലേ. അർത്ഥ അല്ലേ. ഇവിടെ എന്ത് വരുന്നു? അം. അപ്പൊ എന്താ? ഥ അം ഥം. ഇനി കൂട്ടി വായിച്ചേ. അർത്ഥം. എന്താണ്? അർത്ഥം. എന്താണെന്ന് പറഞ്ഞേ? അർത്ഥം. എന്താണ് അർത്ഥം എന്ന് പറഞ്ഞ? മീനിങ്. നമ്മൾ പറയില്ലേ വാട്ട് യു മീൻ അല്ലേ. നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. മീനിങ്, മീൻ ചെയ്യുന്നത്, അതാണ് അർത്ഥം. മനസ്സിലായോ? മീനിങ്, അർത്ഥം, മീനിങ് ഫുൾ, അർത്ഥവത്തായ. ഓക്കെ, അർത്ഥവത്തായ എന്നുള്ള വലിയ വാക്കൊന്നും ഇപ്പൊ നിങ്ങൾ ചിന്തിക്കണ്ട, പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞതാണ് അങ്ങനെ കൂടെ. അപ്പൊ അർത്ഥം, മീനിങ്, എന്താണ് അതിന്റെ മീനിങ് അല്ലേ, അതാണ് അർത്ഥം എന്നുള്ളത്. അപ്പൊ പ്രാർത്ഥന, പ്രയർ, അർത്ഥം, മീനിങ്. കിട്ടിയോ? അപ്പോൾ നമ്മൾ ഈ രണ്ട് വാക്കുകൾ എന്താണ് ഈ കൂട്ടക്ഷരം ഉപയോഗിച്ച് നമ്മൾ പഠിച്ചു. ഥ. എന്താണ്? ഥ. മറക്കരുത് കേട്ടോ. നമുക്ക് ഈ ക്ലാസ്സിൽ ഒരു കൂട്ടക്ഷരങ്ങൾ നമുക്ക് പഠിക്കാം, ഒരു കൂട്ടക്ഷരങ്ങൾ നമുക്ക് പഠിക്കാം. ഇത്തിരി ശ്രദ്ധ വേണം. എളുപ്പമാണ്, ശ്രദ്ധിച്ചിരുന്നാൽ കുറച്ചും കൂടെ എളുപ്പമാവും. ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. ഓക്കെ, നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്, ഇപ്പം നമ്മൾ ഥ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നല്ലോണം ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. എഴുതാൻ ഇത്തിരി പ്രയാസമുണ്ട്, നോക്കിയിരുന്നോ, കൈ എങ്ങനെയാ പോകുന്നത് നോക്കിയിരുന്നോ, അപ്പോൾ കിട്ടും. വായി നോക്കുക. ഇത് കായല്ലേ, കായല്ലേ ഇത് അല്ലേ. ഇതെന്താണ്? ഇതെന്താണ്? ഇതേതക്ഷരാണ്? ഷ അല്ലേ. ഷ. ക ഷ. കിട്ടിയോ? നോക്കിയിരിക്കുക. കണ്ട, ഈ കായും ഈ ഷായും, അതാണ് നമ്മൾ ഇവിടെ എഴുതിയ ഛ. എന്താണ്? ഛ എന്ന് പറഞ്ഞേ. ക ഇഷ. അപ്പം എന്തായി? ഛ ഷ. അത് കൃത്യമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ വാക്കുകൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്കൊന്നുകൂടെ എഴുതാൻ പഠിക്കാം ഈ അക്ഷരം എങ്ങനെയാണ്. നോക്കിയിരിക്കുക. കണ്ട, ഒന്നുകൂടെ നോക്കിയേ. നമ്മൾ കായ എഴുതി, എന്നിട്ട് എന്താണ്? ഷാ ഇങ്ങനെ എഴുതി അല്ലേ. ഷാ ഇങ്ങനെ എഴുതി. ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതിങ്ങനെ ചേർക്കണം. ഇത്രയും സ്പേസ് വേണ്ട, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ടീച്ചർ പറഞ്ഞതാണ്. ഒന്നുകൂടെ നോക്ക്. ക ഷ. ഉണ്ടോ? കായും ഷായും ആണ് ഇതിനകത്ത് എടുത്തിരിക്കുന്ന രണ്ട് അക്ഷരങ്ങൾ. നമ്മൾ ഇത് കട്ട് ചെയ്ത് കളയാണ്.
ഈ ഭാഗം ഷായുടെ ഈ ഭാഗം വേണ്ട. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ചേർക്കുന്നു. അപ്പം എന്തായി? ഷ. ഉണ്ടാ? കായും ഷായും ഷ. കിട്ടിയോ? സ്പ്ലിറ്റ് ചെയ്ത് എഴുതരുത്, ഒരുമിച്ച് വേണം എഴുതാനായിട്ട്. കൈയെടുക്കാതെ എഴുതണം. കായ എഴുതി. ഉണ്ടാ? ശ്രദ്ധിക്കുക, ഇങ്ങനെ പോയി ഷായ. മനസ്സിലായോ? കായ എഴുതുന്നു, ഇങ്ങനെ. ഉണ്ടാ? ഷ. ഇതാണ് ഷ. ഒന്നുകൂടെ എഴുതാം. കിട്ടിയോ? ഓക്കെ, യെസ്. അപ്പം നമുക്ക് ഇനി അത് ഉപയോഗിച്ച് വാക്കുകൾ എഴുതാം. ഓക്കെ, നോക്കാട്ടാ. ആ ഇപ്പം നമ്മൾ പഠിച്ച കൂട്ടക്ഷരം. ഷ. അടുത്തെന്താണ്? ര, അം. അപ്പം എന്ത് വരും? രം. ഇനി ഇത് കൂട്ടി വായിക്കുമ്പോൾ ആ ഷ രം. എന്താണ്? അക്ഷരം. ടീച്ചർ പറയാറില്ലേ, അക്ഷരങ്ങൾ നന്നായിട്ട് പഠിക്കണം. സ്വരാക്ഷരം, വ്യഞ്ജനാക്ഷരം. കേട്ടാ? അതിൽ അക്ഷരം, അക്ഷരം എന്ന് പറഞ്ഞാൽ ഒരു ലെറ്റർ. ഒരു ലെറ്റർ. ഇപ്പം ത എന്ന് പറയുന്ന ഒരു അക്ഷരമാണ്, റ എന്ന് പറയുന്ന ഒരു അക്ഷരമാണ്, ല എന്ന് പറയുന്ന ഒരു അക്ഷരമാണ്. മനസ്സിലായോ? അക്ഷരം, ഇതൊക്കെ അക്ഷരങ്ങളാണ്. കേട്ടോ? അക്ഷരം, അക്ഷരം. അടുത്തത് ഇതെന്താ? പഠിച്ചിട്ടുണ്ടല്ലോ. വ്യഞ്ജനാക്ഷരം ഏതാണ്? ഭ. എന്താണ്? ഷ. ഇപ്പൊ പഠിച്ചിട്ടുള്ള ഷ. ഇതേതക്ഷരാണ്? ന. അനുസ്വാരം വരുമ്പോ നം. ഇപ്പൊ കൂട്ടി വായിക്കുമ്പോ ഭ ക്ഷ നം. ചേർത്ത് വായിച്ചേ. ഭക്ഷണം. എന്താണ്? ഭക്ഷണം. കിട്ടിയോ? ഓക്കെ. അടുത്തത് ശ്രദ്ധിച്ചിരിക്കുക. ഇതെന്താണ്? പ. ഇപ്പൊ നമ്മൾ പഠിച്ച കൂട്ടക്ഷരം. യെസ്. പക്ഷ. ചിഹ്നം വരുമ്പോ ക്ഷി. അപ്പൊ എങ്ങനെ വായിക്കാം? പ ക്ഷി. എന്താണ്? പക്ഷി. പക്ഷി എന്ന് പറഞ്ഞാൽ ബേർഡ്. എന്താണ്? ബേർഡ് അല്ലേ? ഒരു കിളി, ഒരു പക്ഷി, അങ്ങനെയൊക്കെ പറയും. ഭക്ഷണം. എന്താണ് ഭക്ഷണം? അത് പറഞ്ഞില്ല. ഫുഡ് അല്ലേ? നമ്മൾ കഴിക്കുന്ന ആഹാരം, അതാണ് ഭക്ഷണം. ആഹാരം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് മറ്റൊരു പദം, ഭക്ഷണം. മനസ്സിലായോ? അക്ഷരം വേർഡ്, ഭക്ഷണം ഫുഡ്, ഇത് പക്ഷി ബേർഡ്, ഒരു കിളി, അങ്ങനെയൊക്കെ പറയും. അടുത്തത് ഇത് തന്നെയാണ്, ഈ കൂട്ടക്ഷരം തന്നെയാണ് വരുന്നത്. പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. കുറച്ച് ചിഹ്നങ്ങളൊക്കെ കൂടുതലായിട്ട് അതിൻ്റെ ഒപ്പം ചേരുമ്പോൾ മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശരിയാവും. ഇതേതാണ്? ല. ഷ അല്ലേ? ഷ. ഈ ചിഹ്നം എന്താണ്? യ അല്ലേ? യ അതിൻ്റെ ചിഹ്നമാണ്. അപ്പം ഷ യ. അപ്പം എന്താ? ഷ്യ. എന്താണ്? ഷ്യ. ല ഷ്യ അം. ക്ഷ്യം അല്ലേ? ക്ഷ്യം. അപ്പം എന്തായി? ലക്ഷ്യം. എന്താണ്? ലക്ഷ്യം അല്ലേ? ല ക്ഷ്യ അം. ക്ഷ്യം. ലക്ഷ്യം അല്ലേ? എന്താണ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ? നമുക്കൊരു ലക്ഷ്യം വേണമെന്ന് പറഞ്ഞാൽ എന്താ? നമുക്കൊരു എയിം വേണം അല്ലേ? നമ്മൾ എന്താവണം, എവിടെ എത്തിച്ചേരണം അല്ലേ? നമ്മൾ വീട്ടിൽ നിന്ന് ഒരു യാത്ര പോകുമ്പോൾ
നമുക്കൊരു ലക്ഷ്യമുണ്ട്, ഇന്ന സ്ഥലത്ത് അല്ലേ, നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരണം. അത് നമ്മുടെ ഒരു ലക്ഷ്യമാണ് അല്ലേ. ഞാൻ പഠിച്ച് എന്താകണം, ഡോക്ടർ ആവണോ, ഫാർമർ ആവണോ, ടീച്ചർ ആകണോ, ബിസിനസ്മാൻ ആകണോ, അത് നമ്മുടെ ഒരു ലക്ഷ്യമാണ് അല്ലേ. അപ്പം നമ്മുടെ എയിം, അതാണ് ലക്ഷ്യം. അപ്പോൾ നോക്കിയേ, നമ്മളിന്ന് പഠിച്ച കൂട്ടക്ഷരമാണ് എന്ത്, അക്ഷരം ഷ. ഉണ്ടാ ഷ. അപ്പോൾ അക്ഷരം, ഭക്ഷണം, പക്ഷി, ലക്ഷ്യം. കിട്ടിയില്ലേ? അപ്പോൾ നമ്മളിന്ന് 2 കൂട്ടക്ഷരങ്ങളാണ് ഈ ക്ലാസ്സിൽ പഠിച്ചത്. ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് സമയമെടുത്ത് പഠിക്കണം. ബുദ്ധിമുട്ട് തോന്നുന്ന കാര്യങ്ങൾ ഒരല്പം സമയം കൂടുതലെടുത്ത് പഠിക്കണം. ഇന്ന് പഠിച്ചത് ഥ എന്ന് പറയുന്ന കൂട്ടക്ഷരവും പിന്നെ ഏതാണ് ഷ എന്ന് പറയുന്ന കൂട്ടക്ഷരവുമാണ്. എന്താ കിട്ടിയോ? ഈ കൂട്ടക്ഷരങ്ങളൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ, സ്റ്റോറി ബുക്കൊക്കെ വായിക്കണം എന്ന് പറഞ്ഞില്ലേ, അതിലൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇത്രയും നാൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇത് ഏതാണ് എന്താണെന്നൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഈ ക്ലാസ് മുതൽ നിങ്ങളത് കുറച്ചും കൂടെ വ്യക്തമായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഈ അക്ഷരങ്ങൾ എവിടെ കണ്ടാലും വായിക്കാൻ മറക്കരുത്. ഇന്ന അക്ഷരമാണ് എന്നുള്ളത് മനസ്സിൽ തെളിഞ്ഞു വരണം. അതിനെന്ത് ചെയ്യണം? നന്നായിട്ട് മനസ്സിരുത്തി പഠിക്കണം. ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നന്ദി, ശുഭദിനം.